ഭൂമിയിലേക്കുള്ള യുഎഫ്ഒകളുടെ വരവും ഏലിയൻസിന്റെ സാന്നിധ്യവും എന്ന ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അന്യഗ്രഹ ജീവികളെക്കുറിച്ചും പറക്കും തളികകളെക്കുറിച്ചുമുള്ള വിശ്വസനീയമായി തോന്നുന്ന വെളിപ്പെടുത്തലുകളും പ്രശസ്തമായ ചില വസ്തുതകളുമാണ്. ആദ്യമായി സർക്കാരുകളുടെ യുഎഫ്ഒയെ കുറിച്ചുള്ള ഒഫീഷ്യൽ സ്റ്റാൻഡ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. 2004 തുടങ്ങി 2021 വരെയുള്ള അൺഐഡന്റിഫൈഡ് ഏരിയൽ ഫിനോമിനൻ UAP പരിശോധിച്ച ശേഷം 2021 അമേരിക്കൻ ഗവൺമെന്റ് ഒഫീഷ്യലായി യുഎഫ്ഒ സംഭവങ്ങൾ തങ്ങളുടെ ഫ്ലൈറ്റ് സുരക്ഷയ്ക്കും ദേശീയ സുരക്ഷയ്ക്കും വെല്ലുവിളിയാണ് എന്നാണ് ആദ്യം പറയുന്നത്. ഇറ്റലിയിലെ ലൊംബാർഡി റീജിയനിൽ 1933 ജൂൺ 13 ഒരു പറക്കും തളിക തകർന്നു വീണതാണ് മോഡേൺ ലോകത്തെ ആദ്യത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട UFO ക്രാഷ് സംഭവം. ഇതിനു മുൻപ് പലരും പറക്കും തളികയെ കണ്ടിട്ടുണ്ട്, ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പറക്കും തളിക തകർന്നു വീണത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഇറ്റലിയിൽ നിന്നാണ്. രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്നതിന് 6 കൊല്ലം മുൻപേ നടന്ന ഈ സംഭവം അന്നത്തെ ഇറ്റാലിയൻ ഭരണാധികാരി മുസോളിനി ജർമ്മൻകാരെ അറിയിച്ചെങ്കിലും ഇതിനെ എന്ത് ചെയ്യണമെന്ന് അന്ന് ആർക്കും വലിയ ധാരണയുണ്ടായിരുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഓപ്പറേഷൻ പേപ്പർ ക്ലിപ്പ് വഴി അമേരിക്ക ഏതാണ്ട് 1600ഓളം പ്രശസ്ത ജർമ്മൻ നാസി ശാസ്ത്രജ്ഞന്മാരെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. അവര് വഴിയാണ് ആദ്യമായി അമേരിക്കയുടെ കയ്യിൽ ഈ UFO എത്തുന്നത്. അന്ന് തുടങ്ങി ഏതാണ്ട് 80 കൊല്ലമായി അമേരിക്ക ഈ പറക്കും തളികയെ വെട്ടിപ്പൊളിച്ചു പരിശോധിക്കാനും അതിന്റെ ടെക്നോളജി റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് സ്വന്തമാക്കാനും ശ്രമിക്കുന്നു. പക്ഷേ ലോകത്തെ ആകെ നടുക്കിയ ആദ്യത്തെ UFO സംഭവം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് റോസ്വെൽ ഇൻസിഡന്റ് ആണ് എന്ന് എടുത്തു പറയേണ്ടി വരും. 1947 ജൂലൈ മാസം 4 ശീതയുദ്ധത്തിന്റെ തുടക്കത്തിൽ US ആർമി എയർഫോഴ്സ് റോസ്വെല്ലിനടുത്തുള്ള ഒരു റാഞ്ചിൽ ഒരു ഏലിയൻ ഫ്ലൈയിങ് ഡിസ്ക് വീണ്ടെടുത്തതായിട്ടുള്ള ഒരു പത്രക്കുറിപ്പ് പുറത്തുവിട്ടു. ഈ സംഭവത്തിന്റെ ദൃക്സാക്ഷികൾ പറയുന്നത് US ആർമി ഈ പറക്കും തളികയിൽ നിന്ന് അന്യഗ്രഹ ജീവികളുടെ ശരീരവും എടുത്തുകൊണ്ടുപോയി എന്നാണ്. ഈ പത്രക്കുറിപ്പ് പുറത്തു വന്നതിന് ശേഷം ലോകം മുഴുവൻ അന്നൊരു പരിഭ്രാന്തി വരുന്നു. ആളുകൾ തങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ച് പല ഏലിയൻ ആക്രമണ കഥകൾ വരെ മെനഞ്ഞെടുക്കാൻ തുടങ്ങി. അധികം വൈകാതെ തന്നെ US ആർമിയും എയർഫോഴ്സും ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നും കിട്ടിയതൊരു ചാര ബലൂൺ പൊട്ടിത്തെറിച്ചതിന്റെ അവശിഷ്ടങ്ങളാണെന്നും പിന്നീട് തിരുത്തി പറഞ്ഞു. പക്ഷേ അന്നത്തെ പത്രവും റോസ്വെൽ നിവാസികളും ഇതിന്റെ ദൃക്സാക്ഷികളും ഇന്നും ഈ സംഭവം ശരിയാണ് എന്ന് തറപ്പിച്ചു പറയുന്നു. ഇതാണ് ലോക UFO ചരിത്രത്തിലെ ആദ്യത്തെ പ്രശസ്തമായ സംഭവം. റോസ്വെൽ ഇൻസിഡന്റിന് ശേഷം അന്യഗ്രഹ ജീവികൾക്കും മനുഷ്യരുടെ ന്യൂക്ലിയർ ബോംബിനെയും മിസൈലുകളെയും പ്രവർത്തനരഹിതമാക്കാൻ സാധിക്കുമെന്ന് കാണിച്ചെന്ന സംഭവം നടന്നത് 1967 മാർച്ച് മാസം 24 അന്ന് അമേരിക്കയിലെ മൊണ്ടാന എന്ന സ്ഥലത്തെ മാൽസ്റ്റോം എയർഫോഴ്സ് ബേസിൽ അന്ന് USSRന് നേരെ വെച്ചിരിക്കുന്ന ന്യൂക്ലിയർ ICBM മിനിറ്റ്മാൻ മിസൈലുകൾ കൺട്രോൾ ചെയ്തിരുന്നത് ക്യാപ്റ്റൻ റോബർട്ട് സലാസ് ആയിരുന്നു. അന്ന് ബേസിൽ 30 അടി താഴെ ന്യൂക്ലിയർ ബങ്കറിൽ ഇരുന്ന് ഒരു മിസൈലിനെ നിയന്ത്രിച്ചിരുന്ന സലാസിന് രാത്രി സെക്യൂരിറ്റി സൈനികന്റെ പേടിച്ചുകൊണ്ടുള്ള ഒരു കോൾ വന്നു. അയാൾ വിറച്ചുകൊണ്ട് പറഞ്ഞു, സാർ, ന്യൂക്ലിയർ മിസൈൽ സൈലോസിന് മുകളിൽ ചുവപ്പ് പ്രകാശം വമിക്കുന്ന ഒരു തളിക വട്ടം ചുറ്റുന്നു. അത് പറഞ്ഞു തീർന്നതും സലാസിന് അയാളുടെ ടീമിനും ആ മിസൈലുകളിലേക്കുള്ള കംപ്ലീറ്റ് കൺട്രോൾ നഷ്ടമായി. സലാസ് പറയുന്നത് ഓരോ മിസൈലിലും 800 കിലോ ടൺ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടായിരുന്നു. അവയാണ് ഈ പറക്കും തളിക കുറെ സമയത്തേക്ക് നിർവീര്യമാക്കി കളഞ്ഞത്. ഈ സംഭവത്തെക്കുറിച്ച് UFO എക്സ്പേർട്ടുകൾ പറയുന്നത് ഇത് അവരുടെ ഒരു ടെക്നോളജി പ്രദർശനം മാത്രമായിരുന്നുവെന്നും അത് നമുക്കുള്ളൊരു താക്കീതാണ് എന്നാണ്. ഈ സംഭവം നടന്ന് 10 കൊല്ലത്തിന് ശേഷം 1977 ജിമ്മി കാർട്ടർ US പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് US കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റി UFOകളെ കുറിച്ചുള്ള മുഴുവൻ ഗവൺമെന്റൽ റെക്കോർഡ്സ് നോക്കി ഒരു റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെടുന്നത്. ജിമ്മി കാർട്ടർ അത് ആവശ്യപ്പെടാനുള്ള പ്രധാന കാരണം 1969 അദ്ദേഹം ജോർജിയയിലെ ഗവർണർ ആകുന്നതിന് 2 കൊല്ലങ്ങൾക്ക് മുമ്പേ ലയൺസ് ക്ലബിൽ ഒരു പ്രസംഗത്തിന് ചെന്നപ്പോൾ അദ്ദേഹവും കൂടെ ഉണ്ടായിരുന്ന 20-ലധികം പേരും ആകാശത്ത് ചുവന്ന നിറത്തിൽ തിളങ്ങുന്നതും പെട്ടെന്ന് സഞ്ചരിക്കുന്നതുമായ ഒരു പറക്കും തളികയെ കണ്ടിട്ടുണ്ട്. അന്ന് തുടങ്ങി അതിന്റെ രഹസ്യം എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ അന്വേഷണ കമ്മിറ്റിയിലെ ഒരു മെമ്പർ ഇന്നത്തെ ഫെഡറൽ സിവിൽ റൈറ്റ്സ് അറ്റോർണിയായ ഡാനിയൽ ഷീഹാൻ ആയിരുന്നു. അദ്ദേഹം പറയുന്നത് അന്ന് US-ന്റെ സീക്രട്ട് ബ്ലൂ ബുക്ക് ഫയൽസ് പ്രകാരം മഞ്ഞിൽ പകുതി പുതഞ്ഞു കിടക്കുന്നതും തകർന്നു പോയതുമായ പറക്കും തളികയും അതിനു ചുറ്റുമുള്ള US എയർഫോഴ്സ് സൈനികരുടെ ഒന്നിലധികം പടങ്ങൾ അദ്ദേഹം ഈ ബ്ലൂ ബുക്ക് ഫയലുകളിൽ കണ്ടു എന്നാണ്. ഈ UFOയിൽ ഭൂമിയിൽ ഒരു സ്ഥലത്തും കാണാത്ത പല സിംബലുകളും ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. അതുപോലെ പ്രസിഡന്റിന് കൊടുത്തതും ഡാനിയൽ കണ്ടതുമായ ഫൈനൽ റിപ്പോർട്ട് പ്രകാരം നമ്മളുടെ ഈ ഗാലക്സിയിൽ തന്നെ ഏതാണ്ട് 6 ഇന്റലിജന്റ് സ്പീഷീസ് ഉണ്ടാകാമെന്നും അവർ ടെക്നോളജിക്കലി നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആയ സിവിലൈസേഷൻസ് ആകാമെന്നുമാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ വലിയ യൂണിവേഴ്സിൽ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് US സർക്കാരിന് പണ്ട് തുടങ്ങി അറിയാം എന്നാണ് ഈ വെളിപ്പെടുത്തലുകൾ കാണിക്കുന്നത്. അത് കഴിഞ്ഞു വന്ന ഏറ്റവും ഞെട്ടിക്കുന്ന UFO വെളിപ്പെടുത്തൽ നടത്തിയത് ബോബ് ലാസർ എന്ന വ്യക്തിയാണ്.
ഫിസിസിസ്റ്റ് ആണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ബോബ് ലാസർ ഏരിയ 51 എന്നൊരു രഹസ്യ സെന്ററിൽ ജോലി ചെയ്തിരുന്നതായി വെളിപ്പെടുത്തുന്നത് 1989കളിലാണ്. അമേരിക്കയിലെ നെല്ലീസ് എയർഫോഴ്സ് ബേസിന് സമീപമുള്ള S-4 എന്നൊരു സർക്കാർ പരീക്ഷണശാലയിൽ അന്യഗ്രഹ സാങ്കേതിക വിദ്യയുടെ റിവേഴ്സ് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് താൻ ഒരു രഹസ്യമായ US ഗവൺമെന്റ് പ്രോജക്ടിന്റെ ഭാഗമായി ജോലി ചെയ്തിട്ടുണ്ട് എന്ന് ലാസർ അവകാശപ്പെടുന്നു. സർക്കാർ ഈ കാര്യങ്ങളെല്ലാം തള്ളിക്കളഞ്ഞെങ്കിലും ഏരിയ 51 അന്ന് തുടങ്ങി UFO സന്ദർശകരുടെ ഒരു പ്രധാന സന്ദർശന സ്ഥലമായി മാറി. അവിടെ താൻ 9ഓളം പറക്കും തളികകളെ കണ്ടെന്നും ഇത് ഏതോ എക്സ്കവേഷൻ നടത്തിയപ്പോൾ കിട്ടിയതാണെന്നും US ഏജൻസികൾക്ക് ഇന്ന് ഇവ പറത്താനുള്ള വിദ്യ അറിയാമെന്നും അദ്ദേഹം പറയുന്നു. ഈ പറക്കും തളികളുടെ പ്രൊപ്പൽഷൻ അല്ലെങ്കിൽ എഞ്ചിൻ ഒരു ആന്റി മാറ്റർ അല്ലെങ്കിൽ ആന്റി ഗ്രാവിറ്റി റിയാക്ടറിലാണ് പ്രവർത്തിക്കുന്നതെന്നും ആറ്റോമിക് നമ്പർ 115 രാസമൂലകമാണ് ഇതിന് ഇന്ധനമെന്നും ലാസർ അവകാശപ്പെടുന്നു. 3 നിലകളുള്ള ഈ UFOയിൽ മുകളിലത്തെ നിലയുടെ മധ്യഭാഗത്തായിട്ടാണ് റിയാക്ടർ സ്ഥാപിച്ചിട്ടുള്ളതെന്നും ഈ പേടകത്തിൽ 3 ഗ്രാവിറ്റി ആംപ്ലിഫയറുകളാൽ ചുറ്റപ്പെട്ട ഒരു ആന്റിന മുകളിലേക്ക് നീണ്ടു നിൽക്കുന്നുണ്ടെന്നും ഇവയെ താഴത്തെ നിലയുള്ള ഗ്രാവിറ്റി എമിറ്ററുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നും ബോബ് ലാസർ പറയുന്നു. ഗ്രാവിറ്റി ബീം അല്ലെങ്കിൽ ആന്റി ഗ്രാവിറ്റി വേവ് പുറന്തള്ളുന്നതിന് വേണ്ടി 180 ഡിഗ്രി കറങ്ങാൻ താഴത്തെ നിലയ്ക്ക് കഴിയുമെന്നും അദ്ദേഹം പറയുന്നു. അമേരിക്കൻ സർക്കാർ ഈ വെളിപ്പെടുത്തലുകളെ മുഴുവനായും പുച്ഛിച്ചു തള്ളിയെങ്കിലും ഇന്നും ബോബ് ലാസറിന്റെ വെളിപ്പെടുത്തലുകൾ ജനങ്ങൾക്കുള്ളിൽ UFOയെ കുറിച്ച് ഒരുപാട് കൗതുകമാണ് ഉണർത്തുന്നത്. ബോബ് ലാസറിന്റെ ഈ വെളിപ്പെടുത്തലിന് ശേഷം മെക്സിക്കോയുടെ റോസ്വെൽ ഇൻസിഡന്റ് എന്ന് മാധ്യമങ്ങൾ വിളിക്കുന്ന ഒരു UFO ക്രാഷ് സംഭവം നടക്കുന്നത് 1996 ജനുവരി 13-നാണ്. അന്ന് ഒരു UFOയെ അമേരിക്കൻ വ്യോമസേന വെടിവെച്ച് വീഴ്ത്തി. പക്ഷെ അത് ചെന്ന് വീണത് മെക്സിക്കോയിലെ വെർജീനിയ എന്ന സ്ഥലത്താണ്. വെർജീനിയയിലെ പ്രദേശനിവാസികൾ ഒരു സ്കൂൾ ബസിന്റെ വലിപ്പമുള്ളതും ചുരുട്ടിന്റെ ആകൃതിയുമുള്ള ഒരു വസ്തു ആകാശത്ത് നിന്ന് പതിയെ വയലിൽ വീഴുന്നത് കണ്ടു എന്ന് തറപ്പിച്ചു പറയുന്നു. അവിടെ നിന്ന് ഒരാഴ്ച കഴിഞ്ഞ് ജനുവരി 20-ന് 14ഉം 16ഉം വയസ്സുള്ള 2 പെൺകുട്ടികളും 22 വയസ്സുള്ള ഒരു സ്ത്രീയും ചർമ്മത്തിൽ ഞരമ്പുകൾ പോലുള്ള പാടുകളുള്ളതും തലയിൽ കുരുക്കളും 2 ചുവന്ന പന്ത് പോലുള്ള കണ്ണുകളുള്ള വലിയ തലയുള്ള ഒരു അന്യഗ്രഹ ജീവിയെ കണ്ടു എന്ന് മെക്സിക്കോ പോലീസിനെ അറിയിക്കുന്നു. ഈ ജീവിക്ക് പരിക്കോ അസുഖമോ ഉണ്ടെന്ന് തോന്നിയെന്നും അവയ്ക്ക് സൾഫറിനേക്കാൾ വൃത്തികെട്ട സ്മെല്ലാണെന്നും അവർ പറഞ്ഞതായി മാധ്യമങ്ങൾ പിന്നീട് റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നീടാണ് ബ്രസീലിയൻ പോലീസും സൈന്യവും കുറഞ്ഞത് 2 അന്യഗ്രഹ ജീവികളെയെങ്കിലും പിടികൂടുന്നത്. അതിലൊന്ന് ഒരു ഉദ്യോഗസ്ഥനെ മാന്തി പോറലേൽപ്പിക്കുകയും അതിൽ നിന്ന് ഉള്ള അണുബാധ കാരണം ആ സൈനികൻ പിന്നീട് മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷം അന്യഗ്രഹ ജീവികളെല്ലാം മരണപ്പെട്ടെന്നും US എയർഫോഴ്സ് അന്യഗ്രഹ ജീവികളുടെ ശരീരങ്ങളും പറക്കം തള്ളികളുടെ അവശിഷ്ടവും കണ്ടുകെട്ടുകയും അജ്ഞാതമായ സ്ഥലത്തേക്ക് എടുത്തുകൊണ്ടു പോവുകയും ചെയ്തുവെന്ന് പ്രദേശവാസികളും അവകാശപ്പെടുന്നു. ഇന്നും ഈ ജീവികളെ നേരിട്ട് കണ്ടവർ ഒരു ഭീതിയോടുകൂടിയാണ് ആ കഥകൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ വിവരിക്കുന്നത്. പക്ഷേ അന്നും ഇന്നും അമേരിക്കയും മെക്സിക്കോയും സർക്കാർ തലത്തിൽ ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ് ഒഫീഷ്യലി പറയുന്നത്. ഈ സംഭവം കഴിഞ്ഞ് ലോകത്തിന്റെ പല ഭാഗത്തും UFOയെ കണ്ടെന്നും ഏലിയൻസിനെ കണ്ടു എന്നും അവർ തങ്ങളെ തട്ടിക്കൊണ്ടുപോയി പരീക്ഷണങ്ങൾ നടത്തി എന്നും തരത്തിലുള്ള പല പല കഥകൾ വന്നുകൊണ്ടേയിരുന്നു. പക്ഷെ ഈ റിപ്പോർട്ടിങ്ങുകളിൽ ഏറ്റവും വിശ്വസനീയമായത് 2004-ൽ US-ന്റെ വിമാനവാഹിനി കപ്പലായ USS നിമിറ്റ്സിലെ FA-18 വിമാനങ്ങളുടെ കമാൻഡറായ ഡേവിഡ് ഫ്രേവർ പറയുന്ന കാര്യങ്ങളാണ്. 2004 നവംബർ 14-ന് തെക്കൻ കാലിഫോർണിയ തീരത്ത് അദ്ദേഹവും ലഫ്റ്റനന്റ് കമാൻഡർ അലക്സ് ഡൈട്രിച്ചും സാൻ ഡീഗോയിൽ നിന്ന് 100 മൈൽ തെക്ക് പടിഞ്ഞാറായി നിമിറ്റ്സ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പുമായി ചേർന്ന് പരിശീലനം നടത്തുമായിരുന്നു. അവരുടെ പരിശീലന ഗ്രൂപ്പായ USS പ്രിൻസ്റ്റന്റെ ഭാഗമായ ഒരു കപ്പലിലെ പുതിയ റഡാറിന്റെ ഓപ്പറേറ്റർമാർ ചില പറക്കും തളികകളെ കണ്ടെത്തി. ഒരു സെക്കൻഡിനുള്ളിൽ 80,000 അടി താഴേക്ക് ഇറങ്ങി വരുന്ന ഇതിന്റെ അടുത്തേക്ക് ഫ്രേവറും ഡയട്രിച്ചും തങ്ങളുടെ വിമാനത്തിൽ പറന്നു ചെന്നു. ഫ്രേവർ UFOയുടെ അടുത്തേക്ക് കൂടുതൽ ചെല്ലാൻ ചെന്നപ്പോൾ അത് വളരെ വേഗത്തിൽ അപ്രത്യക്ഷമായി. അടുത്ത ഒരു മിനിറ്റിനുള്ളിൽ ഏകദേശം 60 മൈൽ അകലെയാണ് പിന്നെ ഈ പറക്കും തളികയെ റഡാർ കണ്ടെത്തിയതെന്ന് അദ്ദേഹം പറയുന്നു. ഇന്ന് ഭൂമിയിൽ ആർക്കും ഇല്ലാത്തതും അടുത്ത 2 വ്യാഴവട്ടക്കാലത്തിനുള്ളിൽ പോലും ഒരിക്കലും സ്വായത്തമാക്കാൻ പറ്റാത്തതുമായ ഒരു ടെക്നോളജിയാണ് ഈ ഫ്ലൈയിങ് ഒബ്ജക്റ്റിനുള്ളിലുള്ളതെന്ന് അദ്ദേഹം വാണിംഗ് തരുന്നു. തന്റെ ഫൈറ്റർ വിമാനത്തിന്റെ റഡാർ ഉപയോഗിച്ച് ഫ്രേവർ അന്ന് പകർത്തിയ വീഡിയോ ആണ് പിന്നീട് ടിക് ടാക് UFO വീഡിയോ എന്ന പേരിൽ ലോകത്ത് പ്രസിദ്ധമായത്. ഈ സംഭവം കഴിഞ്ഞ് ഏതാണ്ട് 19 വർഷങ്ങൾക്ക് ശേഷം റിട്ടയർഡ് നേവി കമാൻഡർ ഡേവിഡ് ഫ്രേവറും അമേരിക്കൻസ് ഫോർ സേഫ് എയറോസ്പേസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ റയാൻ ഗ്രേവ്സും റിട്ടയർഡ് എയർഫോഴ്സ് മേജർ ഡേവിഡ് ഗ്രൂഷും UFOകളെ കുറിച്ചുള്ള US കോൺഗ്രസിന്റെ ഹൗസ് ഓവർസെറ്റ് ആൻഡ് അക്കൗണ്ടബിലിറ്റി സബ് കമ്മിറ്റി ഹിയറിംഗിനിടെ സത്യപ്രതിജ്ഞ ചെയ്ത് പറഞ്ഞ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ലോകത്തെ ഞെട്ടിച്ചത്.
ജൂലൈ 26, 2023 ഇവർ US കോൺഗ്രസിന് മുമ്പിൽ നടത്തിയ പ്രധാന വെളിപ്പെടുത്തലുകളിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത് ഡേവിഡ് ഗ്രൂഷിന്റെ വെളിപ്പെടുത്തലുകളാണ്. അദ്ദേഹം പറയുന്നത് ദശകങ്ങളായിട്ട് അമേരിക്കൻ സർക്കാരിന് ഒരുപാട് UFOകൾ കിട്ടിയിട്ടുണ്ടെന്നും അവയെല്ലാം രഹസ്യമായിട്ട് റിവേഴ്സ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാം നടത്തി പല മിലിറ്ററി ടെക്നോളജികളും US സർക്കാർ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്നും ഈ ക്രാഷ് സൈറ്റുകളിൽ നിന്ന് മനുഷ്യേതര ബയോളജിക്സ് എന്ന് പറഞ്ഞാൽ അന്യഗ്രഹ ജീവികളുടെ ശരീരങ്ങൾ വരെ US വീണ്ടെടുത്തതായും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. ഈ പറക്കും തളികയുടെ അന്യഗ്രഹ ജീവികളുടെയും ശരീരങ്ങൾ വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ രഹസ്യമായി കമ്മിറ്റിക്ക് കൈമാറാൻ തയ്യാറാണ് എന്നും ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിൽ പല പ്രൈവറ്റ് കമ്പനികളും US സർക്കാരിനെ സഹായിക്കുന്നുണ്ട് എന്നും അദ്ദേഹം സത്യവാങ്മൂലം മൂലം പറയുന്നു. ഈ വെളിപ്പെടുത്തലിന് ശേഷം 2023 സെപ്റ്റംബർ 13 മെക്സിക്കോയിലെ ന്യൂ മെക്സിക്കോ സിറ്റിയിൽ ഒരു പ്രമുഖ UFO വിദഗ്ധൻ ജെയിംസ് മൗസൻ മെക്സിക്കൻ കോൺഗ്രസിൽ 1000 വർഷം പഴക്കമുള്ള 2 അന്യഗ്രഹ ജീവികളുടെ മൃതദേഹങ്ങൾ പ്രദർശിപ്പിച്ചു. ഒരു അവതരണം നടത്തി. പെറുവിലെ കുസ്കോയിലെ ഖനിയിൽ നിന്നാണ് അദ്ദേഹം ഈ മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. വ്യത്യസ്തമായ 3 വിരലുകളുള്ളതും കൈകളും കാലുകളുമുള്ള ഈ മൃതദേഹങ്ങൾക്ക് 1000 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് നാഷണൽ ഓട്ടോണമസ് യൂണിവേഴ്സിറ്റി ഓഫ് മെക്സിക്കോ യുനാം നടത്തിയ കാർബൺ ഡേറ്റിംഗ് സ്ഥിരീകരിച്ചു. കൂടാതെ ഈ ജീവികളിൽ ഒന്ന് ഉള്ളിൽ ഭ്രൂണങ്ങളുള്ള മുട്ട വഹിക്കുന്നുണ്ടെന്നും കാഡ്മിയം ഓസ്മിയം ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഇംപ്ലാന്റുകൾ ഉണ്ടെന്നും വിദഗ്ധർ അവകാശപ്പെടുന്നു. ഈ വെളിപ്പെടുത്തലുകളും ഇൻസിഡന്റുകളും എല്ലാം നോക്കിയാൽ ഒരു കാര്യം നമുക്ക് നിസ്സംശയം പറയാം: അന്യഗ്രഹ ജീവികളും പറക്കും തളികളും സത്യമാണെന്ന്. അധികം വൈകാതെ തന്നെ ലോകത്തിലെ പല സർക്കാരുകൾക്കും ഈ കാര്യത്തിൽ പല വെളിപ്പെടുത്തലുകളും നടത്തേണ്ടതായിട്ട് വരും. ഇനി നമ്മളുടെ കൂടെ അവർ മനുഷ്യരൂപത്തിൽ ജീവിക്കുന്നുണ്ടോ, അതുപോലെ അന്യഗ്രഹ ജീവികൾ മനുഷ്യരെ തട്ടിക്കൊണ്ടുപോയി പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടോ, അവർ ഏതെങ്കിലും സർക്കാരുകളുമായി ചേർന്ന് ഭൂമിയിൽ സർവാധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന കാര്യങ്ങൾ തെളിയിക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയും ഇന്നേ ദിവസം വരെ നമുക്ക് കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ചുള്ള കുറെ മനുഷ്യരുടെ സങ്കല്പവും പേടിയും കുറച്ച് തെളിവുകളില്ലാത്ത അനുഭവങ്ങളും മാത്രമാണ് ഇന്ന് നമുക്ക് മുൻപിലുള്ളത്. ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തതും പരസ്പരം കാണുമ്പോൾ തന്നെ വിരോധവും വെറുപ്പും ഉണ്ടാക്കുന്ന മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരൂപത്തിൽ തന്നെ അന്യഗ്രഹ ജീവികൾ ജീവിക്കുന്നു എന്ന കാര്യം തെളിയിക്കുന്ന ഒന്നും ഇതുവരെ കിട്ടാത്തതുകൊണ്ട് ഭൂമിയിൽ ബുദ്ധിയുള്ള ജീവനുകൾ ഇപ്പോൾ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അവയെ എന്നെങ്കിലും ഭൂമിയിൽ ജീവനോടെ കണ്ടെത്തിയാൽ അവരുടെ കൂടെയെങ്കിലും ഒരുമിച്ച് ജീവിക്കാൻ മനുഷ്യർക്ക് സാധിക്കട്ടെ എന്ന പ്രത്യാശയോടെ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് 5 seconds വ്യൂ ഓൺ ഏലിയൻസ് ആൻഡ് UFOs. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ അവർ വീഡിയോ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഞങ്ങൾക്ക് വളരെയധികം ആവശ്യമാണ്. താങ്ക് യു.